നമസ്കാരം. നമസ്കാരം. കോമഡി മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. കാസർഗോഡ് നിന്നാണ്. ഓൾ സെറ്റ് ഫോർ ദ പെർഫോമൻസ് അല്ലേ? ഓക്കെ. പാന്റോമൈം അല്ലേ? എന്താണ് ആക്ച്വലി, വാട്ട് ഇസ് ഇറ്റ് എന്നൊന്ന് പറഞ്ഞു തരാമോ? പാന്റോമൈം എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ഇല്ലാതെ നമ്മൾ ആക്ട്. ഓക്കെ. സംസാരവും ഇല്ല. ഓക്കെ. സിറ്റുവേഷൻ ആണോ ചെയ്യുന്നത്? സിറ്റുവേഷൻ ചെയ്യാണ്. അത് എത്ര ഫീൽ ചെയ്യുന്നത് ജഡ്ജസ് ഓക്കെ. പുള്ളി ഒരു സിറ്റുവേഷൻ എനാക്ട് ചെയ്യും. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് സിറ്റുവേഷൻ എന്ന് ഇങ്ങോട്ട് പറയാം. അപ്പൊ റെഡി?
പാൻറ്റോമൈം അല്ലേ? പാൻറ്റോമൈം. സൂപ്പർ. താങ്ക് യു. നാദിക ഗംഭീരമായിരുന്നു കേട്ടോ. താങ്ക് യു സർ. നിങ്ങൾ ഉഗ്രൻ ആക്ടറാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്താണ് ചെയ്തത് എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ പോലും നമുക്ക് ആർക്കും ഇല്ലാത്ത വിധത്തിൽ സാധാരണക്കാരന് എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ളൊരു ആക്ടിങ് സ്റ്റൈല് എനിക്ക് പോലും മനസ്സിലായി. പ്രത്യേകിച്ച് വലിയ ബുദ്ധിയൊന്നും വേണ്ടെന്ന് മനസ്സിലായില്ലേ ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട്. ഗംഭീരമായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. നന്നായിരുന്നു. ചേട്ടാ ഗംഭീരായി. താങ്ക് യു സർ. താങ്ക് യു. ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഉഗ്രം ആർട്ടിസ്റ്റാണ്. കാരണം നമുക്ക് വേറെ ഒന്നിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ 100% പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. അതൊരു നല്ല ആക്ടർ. അതെ അതെ അതെ. ഗോപിക ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താണ് പാൻറ്റോമൈം? ഞാനും ഇങ്ങനെ ആലോചിച്ചു, പാൻ്റ് ഇല്ലാതെ വന്ന് മൈം ചെയ്യുന്നതാണോ? മുണ്ടെടുത്തോണ്ട് വന്നിട്ട് പാൻ്റ് ഇല്ലാതെ അതാണോ? പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ഐറ്റം പരിചയപ്പെടാൻ പറ്റി. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ എൻഡാണ് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമാണ് ശ്വേത. എന്തായാലും അയാൾ മരിക്കാൻ തീരുമാനിച്ചാലും 5-6 തേനീച്ച വന്നാ ഓടുക എന്ന് പറയുന്ന ഒരു സംഗതി ഇതിന്റെ എൻഡിൽ കിടപ്പുണ്ട്. അയാൾ ആഗ്രഹിക്കുന്ന ഒരു മരണമുണ്ട്. അത് നടക്കാതെ വന്നപ്പോഴുള്ള ഒരു ഓട്ടത്തിലാണ് ഇത് എൻഡ് ചെയ്തിരിക്കുന്നത്. ആ സ്ലോ മോഷനുള്ള ആ ഓട്ടമാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയേണ്ടത്. കേട്ടോ, രസമായിട്ട് ചെയ്തു. താങ്ക് യു. എന്തായാലും സന്തോഷം. താങ്ക് യു സർ. ശ്വേത ചേച്ചി ഔട്ട്സ്റ്റാൻഡിങ്. എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് സ്വന്തമായിട്ട് സംസാരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഐ തിങ്ക് ഹരിനോട് തന്നെ സംസാരിക്കാനായിരുന്നു ഓരോരോ ഘട്ടം, ഇമോഷൻസ്. നമുക്ക് എന്താ പറയുക, നമ്മുടെ ത്രോട്ട് വരെ ഹരീൻ്റെ വിരലുകള്, ഹരീൻ്റെ ഡ്രസ്സ്, ഹരീൻ്റെ ബോഡി ലാംഗ്വേജ്, ഹരീൻ്റെ തലമുടി, ഹരി എല്ലാം വാസ് ആക്ടിങ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ. യു ആർ എ ഫാന്റാസ്റ്റിക് ഔട്ട്സ്റ്റാൻഡിങ് ആക്ടർ. വെരി ഗുഡ്. ശരിക്കും നിങ്ങളുടെ ഈ കോസ്റ്റ്യൂം തെരഞ്ഞെടുത്തില്ലേ, അത് ഈ പ്ലേക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തത്. സാധാരണഗതിയിൽ ഇപ്പൊ ഒരു ഗ്ലാമറിൽ നല്ല ഷർട്ടും ഇതൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഇതേ പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്ര ഏക്കില്ല. മേക്കപ്പും ചെയ്തിട്ടുണ്ട് സർ. മേക്കപ്പ് സുന്ദരനാണ് സാറിന്. അപ്പോൾ അടിപൊളി പെർഫോമൻസ് എല്ലാവരും എൻജോയ് ചെയ്തു, അതുപോലെ നമ്മുടെ പ്രേക്ഷകരും എൻജോയ് ചെയ്ത് കാണും. അപ്പോൾ ഗംഭീര അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. 3 പേർക്കും അതിഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഹാപ്പി അല്ലേ? ഹാപ്പി, തീർച്ചയായിട്ടും ഹാപ്പി. നാദിക, നിങ്ങളുടെ അടുത്ത് 3 പേരുടെ ഒരു റിക്വസ്റ്റ് ആണ്. ഒരു കുഞ്ഞ് സ്പെഷ്യൽ പെർഫോമൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ 3 പേരുടെയും ഹെൽപ്പ് വേണം എന്നല്ലേ? അത് എന്താന്ന് പറഞ്ഞാൽ മതി. ഹെൽപ്പ് വേണം സർ. ഓക്കെ ചേട്ടാ, എനിക്കൊരു ചെറുനാരങ്ങ ഇട്ട് തരാമോ? ഇട്ട് തരണം. താങ്ക് യു സർ. അയ്യോ, കണ്ടില്ലേ? ചീഞ്ഞു പോയതാ. ചീഞ്ഞു പോയതാ. ചീഞ്ഞു പോയതാണ്. ചേട്ടാ ശ്രദ്ധിച്ചില്ല. കോമഡി പോലെ എന്നാലും ചീഞ്ഞ നാരങ്ങ മോശമായി പോയി. പകൽ ചേട്ടൻ വേണ്ട, ശ്വേതജി. അതും ചീഞ്ഞായിരിക്കുവേ. ഇല്ല. ആഹാ, ശ്വേത ചേച്ചി ഇറങ്ങണം, ചീഞ്ഞൊന്നാവില്ല. താങ്ക് യു മാം. ഇത് അപ്പൊ ഞാനത് ഓക്കെ ആണോ? ഈ നാരങ്ങ നല്ല ജ്യൂസ് അല്ലേ? നല്ല ആണല്ലേ? ഇത് കട്ട് ചെയ്യുന്ന ഒരു കത്തി വേണം. ആവശ്യക്ക ഒരു കത്തി. കത്തിയാ? നാദിഷ്ക നാദർഷ കത്തി. ഒരു മിനിറ്റ്. മടക്ക് കത്തിയാണ്. ദൈവമേ, കത്തിയൊക്കെ കൊണ്ടു കിടക്കുവാണല്ലേ? ഇതങ്ങനെ ഇട്ട് തരണോ? ഇല്ല, എറിഞ്ഞോ, കുഴപ്പമില്ല. സാസിയാണ് എറിയാ. ആ കത്തി ഫോൾഡ് ആയിരുന്നു. കൊണ്ട് കയ്യിലുണ്ട്. ആ എൻഡില് കയറി. കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലോ അല്ലേ? കുഴപ്പമില്ല. കെട്ടെ. ഓക്കെ. ഇതൊന്ന് ചെയ്യും.
ഓക്കെ ഓക്കെ കഴിക്കില്ലേ ഞാൻ ആ. നിന്റെ അറിയാം പുള്ളി ഇവിടെ അറിയുന്നുണ്ട്. I'll kill you. ഞാൻ വാ കാസർഗോഡ്. അങ്ങനത്തെ പുളി എന്ന് പറയുമ്പോഴുള്ള ഒരു ഇതാണ്. അപ്പൊ ഇത് അതെ 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 അല്ലേ? വെറുതെ പുളിയം മാങ്ങ അല്ലെങ്കിൽ പുളി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് അതെ അതെ വെരി ഗുഡ്, വെരി ഗുഡ്. രണ്ടും പറയാം.